ഗുരുവായൂർ ആനയോട്ടത്തിൽ ഒന്നാമനായ ഗജവീരൻ കേശവൻകുട്ടി ക്ഷേത്രോത്സവം കഴിയുന്നതുവരെ ഇനി വിഐപിയാണ്. ആയിരങ്ങളെ ആവേശം കൊള്ളിച്ചായിരുന്നു കേശവൻകുട്ടിയുടെ ഓട്ടവും വിജയവും. ക്ഷേത്രനാഴികമണി മൂന്നടിച്ചതോടെ ഓട്ടത്തിനായി കരിവീരക്കൂട്ടങ്ങൾ മഞ്ജുളാലിൽ സജ്ജമായി. ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന കുടമണികൾ അണിയിച്ച ശേഷം പാരമ്പര്യ അവകാശി ശംഖുമുഴക്കിയതോടെ കേശവൻകുട്ടി ഓട്ടം തുടങ്ങി. ക്ഷേത്രം ലക്ഷ്യമാക്കി തുടക്കം മുതൽ ഒടുക്കം വരെ കേശവൻകുട്ടിയുടെ വിജയക്കുതിപ്പ്. ആവേശത്തിനൊത്ത് ഹർഷാരവങ്ങൾ മുഴക്കി ആയിരങ്ങളും കേശവൻകുട്ടിയുടെ വേഗതയ്ക്ക് ഹരം പകർന്നു. മുൻനിരയിൽ ഓടാൻ തിരഞ്ഞെടുത്തിരുന്ന ദേവദാസ്, നന്ദിനി, ജൂനിയർ വിഷ്ണു, നന്ദൻ എന്നീ ആനകളെ ഒപ്പമെത്താൻ അനുവദിക്കാതെയായിരുന്നു ഈ കരിവീരന്റെ ഓട്ടം. 11 തവണ ആനയോട്ടത്തിൽ വിജയിയായ രാമൻകുട്ടി, 9 തവണ വിജയിയായ കണ്ണൻ എന്നീ ആനകൾ ഇത്തവണ ഓട്ടത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതിന്റെ നിരാശ കേശവൻകുട്ടിയുടെ വേഗക്കുതിപ്പിന്റെ ഹരം കൊണ്ട് ആനപ്രേമികളിൽ അത് ആവേശത്തിന് വഴിമാറി. 3-ാം തവണയും വിജയിയായി ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി 7 പ്രദക്ഷിണം പൂർത്തിയാക്കിയ കേശവൻകുട്ടി ഇനി ക്ഷേത്രോത്സവം കഴിയുന്നതുവരെ വിഐപിയാണ്. ഭഗവാന്റെ തങ്കത്തിടമ്പേറ്റാനുള്ള ഭാഗ്യം സിദ്ധിച്ചതോടൊപ്പം നിവേദ്യമായ ചോറ്, പായസം, പഴം, തേങ്ങ തുടങ്ങിയ വിശിഷ്ട വിഭവങ്ങൾ കഴിക്കാനും ഭക്തരുടെ സ്നേഹലാളനകൾ ഏറ്റുവാങ്ങാനും ഇവന് അവസരം ലഭിക്കും. ഗുരുവായൂരപ്പന് സ്വന്തമായി ആനയില്ലാതിരുന്ന കാലത്ത് ഉത്സവത്തിന്റെ ശീവേലി എഴുന്നള്ളിപ്പ് ആനയില്ലാതെ നടത്തേണ്ട സാഹചര്യമുണ്ടായപ്പോൾ തൃക്കണാമതിലകം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരുക്കി നിർത്തിയ ആനകൾ ചങ്ങല പൊട്ടിച്ച് കുടമണി കിലുക്കി ഗുരുഭവനപുരിയിലേക്ക് ഓടിയെത്തിയതിന്റെ ഓർമ്മ പുതുക്കിയാണ് ആനയോട്ടം നടത്തുന്നത്. ഗജരത്നം, ഗുരുവായൂർ പത്മനാഭൻ, വലിയ കേശവൻ, ഇന്ദ്രസൻ തുടങ്ങി ആനയോട്ടത്തിൽ പങ്കെടുത്ത 28 ആനകളും ഗുരുവായൂരപ്പനെ വണങ്ങിയാണ് മടങ്ങിയത്. ഭക്തരെയും ആനപ്രേമികളെയും ഒരുപോലെ ആവേശം കൊള്ളിച്ചായിരുന്നു ഗുരുഭവനപുരിയിലെ ആനയോട്ടം. ഗുരുവായൂരിൽ നിന്നും ക്യാമറമാൻ ആഷിഖിനും കൃഷ്ണകുമാർ കെ മലയിലിനുമൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC ന്യൂസ്.